ഹലോ പീപ്പിൾ, ദിബിൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2024 ആഗസ്റ്റ് 23 പീകോക്ക് എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോം വഴി നേരിട്ട് റിലീസിനെത്തിയ ഒരു ആക്ഷൻ പടമായിരുന്നു ദി കില്ലർ എന്ന് പറഞ്ഞ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ലെജൻഡറി ഡയറക്ടറായിട്ടുള്ള നമ്മളെ ജോൺ വൂന്നർ സംവിധായകനാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സിനിമ കാണാതിരുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആക്ഷൻ സീക്വൻസ് എല്ലാം ടോപ്പ് നോച്ച് സംഭവങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സിനിമ കണ്ടത്. സിനിമ കണ്ട എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഞാൻ പറയാം. അപ്പോൾ ഈ സിനിമയുടെ ഒരു പ്രധാന കഥയെന്ന് പറയുന്നത് സി എന്ന് പറയുന്ന ഒരു വാടക കൊലയാളി, ഒരു സ്ത്രീയാണ്. അവരുടെ കോൺട്രാക്റ്റ് അനുസരിച്ച് ഒരു ഗ്യാങ്സ്റ്ററിനെ അവർക്ക് നശിപ്പിക്കണമായിരുന്നു. ആ ഗ്യാങ്സ്റ്ററിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് ഒരു പാട്ട് പാടുന്ന ഒരു യുവതി അകപ്പെടുന്നത്. അവർ ഈ ഗ്യാങ്സ്റ്ററിലൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ ഇവരുടെ മരണ വെടിവെപ്പ് കണ്ട് ഇവരെല്ലാം പേടിച്ച് ഭയന്ന് ചറയ്ക്ക് നേരെ പിറന്തലടിച്ച് വീണ് അവരുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയാണ്. ആ ഒരു ഒറ്റ കാരണത്താലാണ് ഇവരെ ജീവനോടെ വിടുന്നത് ആ വാടക കൊലയാളി. പക്ഷേ അവർക്കൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു. ഞാൻ കാരണമാണ് ഇവരുടെ കണ്ണ് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ്. പക്ഷേ ഈ കോൺട്രാക്ട് കില്ലറിനെ ഏൽപ്പിച്ച കോൺട്രാക്ടർ ഇവർ ഈ ഐ വിറ്റ്നസ് ഉണ്ടെന്നും പറഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അപ്പം നമ്മുടെ ഈ കൊലയാളി ഈ പെണ്ണിനെ രക്ഷപ്പെടുത്തുന്ന കഥയാണ് സിനിമയുടെ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത്. നല്ല വൃത്തിയ ഒരു ഫുൾ ആക്ഷൻ പാക്കഡ് സിനിമയെന്ന് പറഞ്ഞാണ് ഞാൻ കാണാതിരുന്നത്. പക്ഷേ ഒരു ഫുൾ ആക്ഷൻ പാക്കഡ് സിനിമയല്ല. അത്യാവശ്യ കഥയും ചെറിയ ത്രില്ലറും പിന്നെ മാരക ആക്ഷൻസും ഉള്ള ഒരു സിനിമയും കൂടെ തന്നെയാണ്. ഫുൾ ആക്ഷൻ പാക്കഡ് ഇല്ലെന്നും പറഞ്ഞ് വിഷമിക്കേണ്ട. കാരണം ഉള്ള ആക്ഷൻസ് കിഡിലായിട്ടാണ് പ്ലേസ്മെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അദ്ദേഹം. കാരണം കിഡിലെ ആക്ഷൻസാണ്. വൺ ഷോട്ടുകളുണ്ട്, ചേസിംഗ് ഉണ്ട്, മാരകമായിട്ടുള്ള സമുറായി വെട്ടുകളുണ്ട്, എല്ലാം കിട്ടുന്ന സംഭവമാണ്. ഇതൊരു ഫീമെയിൽ ഓറിയൻറ്റഡ് ചിത്രം കൂടെയാണ്. കാരണം ആ ഫ്ലെക്സിബിലിറ്റി ഈ നെറ്റാലിയ ഇമ്മാൻ എന്ന് പറയുന്ന നടി അവരുടെ നെയ്വഴക്കം എടുത്ത് പറയുന്നുണ്ട്. കാരണം വെച്ചാൽ നല്ല ആക്ഷൻസ് ചെയ്യാറിയുന്ന ഒരു സ്ത്രീയും കൂടെ തന്നെയാണ്, ഒരു വ്യക്തിത്വമുള്ള സ്ത്രീയും കൂടെ തന്നെയാണ്. കിഡിലോട്ട് ആക്ഷൻ സീക്വൻസ് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ജോൺ വൂന്നർ ലെജൻഡറി ഡയറക്ടറുടെ ഒരു കംബാക്ക് കൂടെ തന്നെ എനിക്ക് ഈ സിനിമയെന്ന് പറയുന്നത് ഫുൾ. പക്ഷേ എൻ്റെ പ്രതീക്ഷ അത്ര ഈ സിനിമ എത്തിയിട്ടില്ല. പക്ഷേ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ നല്ലൊരു കഥയും ഒരു ആക്ഷനും. ഞാൻ ഈ പ്രതീക്ഷ വെച്ചതെന്ന് വെച്ചാൽ ഫുൾ ആക്ഷൻ പാക്ഡ് ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചാൽ, പക്ഷേ അങ്ങനെയല്ല. നല്ല കഥയുണ്ട്, നല്ല ആക്ഷൻ സീക്വൻസ് ഉണ്ട്. എവിടെയൊക്കെയാണ് ആക്ഷൻ സീക്വൻസ് വേണ്ടെന്ന് അദ്ദേഹത്തിന് നല്ല വൃത്തി അറിയാം. പക്ഷേ ആക്ഷൻസ് എല്ലാം ടോപ്പ് നോച്ച് സംഭവങ്ങളാണ്. നമ്മളെ ഇന്ത്യയിൽ ഈ സിനിമ കാണാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ ജിയോ സിനിമാസ് വഴിയോ ടെലിഗ്രാം വഴി ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. നല്ലൊരു ആക്ഷൻ പടമാണ് ദി കില്ലർ എന്ന് പറഞ്ഞ ചിത്രം. ഇതിൽ റീമേക്ക് ചിത്രമെന്ന് വെച്ചാൽ അതറിയത്തില്ല. കാരണം വെച്ചാൽ പറയുന്നുണ്ട്, പക്ഷേ റീമേക്ക് അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. 1989 ഇറങ്ങിയ റീമേക്ക് ആയിട്ട് എനിക്ക് സിനിമയിൽ ഒരു സാമ്യമില്ല ഈ സിനിമയ്ക്ക്. അപ്പോൾ കുഴപ്പമില്ല, നല്ല വെറുതെ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയൊരു ആക്ഷൻ പടം. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട്.